ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന കോമിക്കിൻ്റെ പേരാണ് ഗോഡ്സില്ല വാർ 2026. 2025 ഞാൻ ചെയ്തിരുന്നു, പക്ഷേ അത് ഫെയിലായിപ്പോയി. മാക്സിമം ഇതിനെങ്കിലും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. ഫസ്റ്റ് സില്ലേനെയാണ് കാണിക്കുന്നത്. സില്ല 1998 നിന്നൊരു പോർട്ടൽ വരുമായിരുന്നു. ഈ പോർട്ടലിൻ്റെ പ്രത്യേകത എന്നത് ഇത് ഡോക്ടർ സ്ട്രേഞ്ചാണ് നിർമ്മിക്കുന്നത്. ഡോക്ടർ സ്ട്രേഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ അതായത് അവഞ്ചേഴ്സിനൊരു പെറ്റിൻ്റെ ആവശ്യമുണ്ട്. നോർമൽ പട്ടിക്കും പൂച്ചയ്ക്കും പവർ കൊടുത്താൽ അത് അവഞ്ചേഴ്സിൻ്റെ പെറ്റ്സ് ആവാൻ പോകുന്നില്ല. പക്ഷേ ടൈറ്റൻസ് അങ്ങനെയല്ല. ടൈറ്റൻസിൽ വെച്ച് ഏറ്റവും പവർ കൂടിയ ഒന്നാണ് ഗോഡ്സില്ലാസിന് പവറിൻ്റെ പോലും ആവശ്യമില്ല. അവരുടെ അറ്റോമിക് ബ്രീത്ത് വെച്ച് തന്നെ സർവൈവ് ചെയ്യാൻ കഴിയും. കൂടുതൽ വഴിക്കാത്ത നമുക്ക് കഥയിലേക്ക് പോകാം. ഫസ്റ്റ് 1998 നിന്ന് സില്ലേനെ കൊണ്ടുപോകുന്നു. സെക്കൻഡ് 2000 കാലഘട്ടത്തിൽ നിന്ന് സില്ല ജൂനിയറിനെ. തേർഡ് ഷിൻ ഗോഡ്സില്ലേനെ. ഫോർത്ത് 2024 ഇന്ന് ഇവോൾവ് ആയിട്ടുള്ള ലെജൻഡറി ഗോഡ്സില്ലേനെയും. ഫോർത്ത് ബ്ലഡ് ബാത്ത് ഗോഡ്സില്ലേനെ. ലാസ്റ്റ് ഗോഡ്സില്ല -1 തീർന്നിട്ടില്ല. പിന്നെ ഗോഡ്സില്ല അൾട്ടിമയെയും ഹെൽ ഗോഡ്സില്ലേനെയും കൊണ്ടുപോകുന്നു. എല്ലാ ഗോഡ്സില്ലാനെയും ഒരു വേൾഡിലേക്ക് കൊണ്ടുപോയെത്തിക്കുന്നു. ഗോഡ്സില്ലാസ് അവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഷിൻ ഗോഡ്സില്ല വേഴ്സസ് -1 ഗോഡ്സില്ലയാണ്. ലെജൻഡറി ഗോഡ്സില്ല വേഴ്സസ് അൾട്ടിമ ഗോഡ്സില്ല. ഇവിടെ പരസ്പരം അവർ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നു. ഫസ്റ്റ് തന്നെ ഗോഡ്സില്ല ഇവോൾവ് ആയിട്ടുള്ള പിങ്ക് ഗോഡ്സില്ല അൾട്ടിമയുടെ അടുത്തേക്ക് നിന്നതിന് നല്ല ടഫ് കൊടുക്കുന്നു. പക്ഷേ ഗോഡ്സില്ല അൾട്ടിമ തൻ്റെ ആ ചോര പോലത്തെ ഇത് വെച്ച് ഗോഡ്സിലേക്ക് ഏർപ്പെടുത്തി തൻ്റെ വാല് വെച്ച് അടിച്ച് താഴേക്ക് ഇട്ടിട്ട് ശേഷം തൻ്റെ അറ്റോമിക് ബ്രീത്ത് വെച്ച് ഗോഡ്സിലേക്ക് നല്ല ഇത് കൊടുക്കുന്നു. അതേസമയം തന്നെ ഷിൻ ഗോഡ്സില്ലയുടെ നേരേക്ക് തൻ്റെ അറ്റോമിക് ബ്രീത്ത് വെച്ച് വലിയൊരു മഷ്റൂം ക്രൗഡ് ക്രിയേറ്റ് ചെയ്ത് -1 ഗോഡ്സില്ല. പിന്നെ ലെജൻഡറി ഗോഡ്സില്ലയാണെങ്കിൽ അങ്ങനെ ഇപ്പോഴാണെങ്കിൽ അൾട്ടിമ ഗോഡ്സില്ലേനെ അടിച്ചിടുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബ്ലഡ് ബാത്ത് ഗോഡ്സില്ല വരുന്നു. ബ്ലഡ് ബാത്ത് ഗോഡ്സില്ല വന്ന ഉടനെ തന്നെ ലെജൻഡറി ഗോഡ്സില്ലയുടെ നേരേക്ക് തൻ്റെ അറ്റോമിക് ബ്രീത്ത് യൂസ് ചെയ്യുന്നു. അതേസമയം അൾട്ടിമ ഗോഡ്സില്ല ലെജൻഡറി ഗോഡ്സില്ല കൊല്ലാൻ വേണ്ടി വരുമ്പോഴേക്കും ഷിൻ ഗോഡ്സില്ല തൻ്റെ അറ്റോമിക് ബ്രീത്ത് വെച്ച് അൾട്ടിമ ഗോഡ്സില്ലേനെ കൊല്ലുന്നു. പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നൊരു കൈ വരുന്നു. ഇതാരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൽസൽ ഗോഡ്സില്ല എർത്താണ്. ഗോഡ്സില്ല എർത്ത് തൻ്റെ കൈ വെച്ച് ശക്തി കൊടുത്ത് ഇങ്ങനെ ഇപ്പോഴാണെങ്കിൽ ബ്ലഡ് ബാത്ത് ഗോഡ്സില്ലേനെ ബ്ലഡിൽ തന്നെ ബാത്ത് ചെയ്യിപ്പിക്കുന്നു. ഷിൻ ഗോഡ്സില്ലയുടെ അവസരമെന്ന് പറഞ്ഞാൽ ഷിൻ ഗോഡ്സില്ലയുടെ 2 അടി പൊക്കത്തിൽ കാല് കൊണ്ട് വച്ച് ചവിട്ടാൻ നിൽക്കുമ്പോൾ തന്നെ അടുത്തൊരു പവർ കൂടി അറ്റോമിക് ബ്രീത്ത് ഗോഡ്സില്ല എർത്തിൻ്റെ കാല് വരെ നശിച്ചു പോകുന്നു. ആരാണ് ചെയ്തതെന്ന് വെച്ചാൽ ഗോഡ്സില്ല ഹെല്ലാണ്. ഇപ്പോഴാണെങ്കിൽ ലെജൻഡറി ഗോഡ്സില്ല എണീക്കുന്നു. അവിടെ സീൻ കട്ടായിട്ട് ഇപ്പോഴാണെങ്കിൽ നമ്മളെ സില്ലയാണെങ്കിൽ 2-3 പർവ്വതമൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്നു. ഇത് ചെയ്തത് വേറെ ആരുമില്ല, സില്ല ജൂനിയറാണ്. തൻ്റെ അമ്മയാണെന്ന് അറിയാതെയാണ് ഇത് ചെയ്തത്. ഒരു പാറയിൽ വന്ന് ഇടിച്ച് അവിടെ തന്നെ വെച്ച് സില്ല മരിക്കുന്നു. പെട്ടെന്ന് ഒരു അറ്റോമിക് ബ്രീത്ത് വന്ന് സില്ല ജൂനിയറിൻ്റെ തലയിലടിക്കുന്നു. അത് വേറെ ആരുമല്ല, ഗോഡ്സില്ല അൾട്ടിമയാണ്. ഷിൻ ഗോഡ്സില്ല തൻ്റെ കഴുത്തിലുണ്ടാക്കിയ പാടൊക്കെ ഹീലായിപ്പോയി. ഇപ്പം അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തൻ്റെ നഖങ്ങൾ വെച്ച് അതിൻ്റെ കണ്ണിൽ വാന്തുന്നു. അതേ സെക്കൻഡിൽ തന്നെ സില്ല മരിച്ചു പോയെന്ന് അൾട്ടിമ ഗോഡ്സില്ല കരുതുന്നു. പക്ഷേ തനിക്ക് തെറ്റിയെന്ന് അവൻ അറിയുന്നു. ഒരു പച്ച അറ്റോമിക് ബ്രീത്ത് ആണെങ്കിൽ തൻ്റെ തലയ്ക്ക് വന്ന് അടിക്കുന്നു. ഇത് വേറെ ആരാണെന്ന് നോക്കിയാൽ സില്ല തന്നെയാണ്. വണ്ണസ്റ്റ് സൂപ്പർ എൻട്രി എന്ന് തന്നെ പറയാം. അവിടേക്ക് അൾട്ടിമ ഗോഡ്സില്ല 2 കണ്ണാൽ തന്നെ ഞെട്ടിത്തരിച്ചങ്ങ് നിൽക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സംഭവിച്ചത് ഇതാണ്. ആ സമയത്ത് അറ്റോമിക് ബ്രീത്ത് വന്ന് തലയിൽ അടിക്കുമ്പോൾ അത് അടിച്ചത് സില്ല ജൂനിയറിൻ്റെ തലയിൽ തന്നെയാണ്. അതേസമയം തന്നെ തൻ്റെ എസ്കേപ്പിംഗ് സ്കിൽ വെച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. സില്ല ജൂനിയറിൻ്റെ അമ്മയാണ് സില്ല. അതുകൊണ്ട് തന്നെ സില്ലയും സില്ല ജൂനിയറും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് കാരണം അൾട്ടിമ ഗോഡ്സില്ല പറ്റിക്കപ്പെടുന്നു. ഇപ്പം സില്ലയാണെങ്കിൽ അൾട്ടിമ ഗോഡ്സില്ലയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. കലിയേറിയ അൾട്ടിമ ഗോഡ്സില്ല തൻ്റെ അറ്റോമിക് ബ്രീത്ത് യൂസ് ചെയ്യുന്നു. അപ്പോഴേക്കും സില്ലയാണെങ്കിൽ തൻ്റെ എസ്കേപ്പിംഗ്
പവർ വെച്ച് അവിടെ നിന്ന് എസ്കേപ്പ്. എന്നിട്ട് 2-3 മലകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് അറ്റോമിക് ബ്രീത്ത് വരുമ്പോൾ ഗോഡ്സില്ല ഒരു ചാട്ടമുണ്ട്. ചാട്ടം മാത്രമല്ല, അവിടേക്ക് 2 കൈകളും വെച്ച് അപ്പോഴേക്കും സില്ലയാണെങ്കിൽ തൻ്റെ കൈകൾ വച്ച് വാന്തി അവിടെ നിന്ന് ചോര കൊണ്ടുവരുന്നു. സില്ലയാണെങ്കിൽ ഗോഡ്സില്ലയുടെ കണ്ണിൽ നിന്ന് കീറിക്കൊണ്ട് പോകുന്നു തൻ്റെ കൈ. എന്നിട്ട് സില്ലയാണെങ്കിൽ പുറകിൽ ചെന്നിട്ട് ഗോഡ്സില്ലയുടെ നേരേക്ക് അറ്റോമിക് ബ്രീത്ത് യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഡിഫീറ്റ് ചെയ്യുന്നു ഗോഡ്സില്ല അൾട്ടിമേനെ.